വീണ്ടും 24 ഇന്റലിജൻസ് വസ്തുതാന്വേഷണവും വസ്തുതകളുടെ വീണ്ടെടുപ്പും രഹസ്യങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. DGP ലോക്നാഥ് ബെഹ്റ കേരളം വിടാൻ ഒരുങ്ങുന്നു. കേന്ദ്ര സർവീസിലേക്ക് ബെഹ്റ താൽപര്യം പ്രകടിപ്പിച്ചെന്നാണ് സൂചനകൾ. CBIയിലേക്കും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ തലപ്പത്തേക്കും ബെഹ്റയുടെ പേര് പരിഗണിക്കുന്നുണ്ട്. ബെഹ്റയ്ക്ക് പകരം കേരള കേഡറിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് DGP സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ട്. ലോക്നാഥ് ബെഹ്റയ്ക്ക് കേന്ദ്രത്തിൽ കൂടുതൽ ചുമതലകൾ വൈകാതെ ലഭിക്കുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. CBIയുടെ മേധാവി സ്ഥാനത്തേക്ക് ബെഹ്റയെ പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലപ്പത്തേക്കും ബെഹ്റ വന്നേക്കാം. കേന്ദ്ര ഡെപ്യൂട്ടേഷനോട് അനുകൂലമായാണ് ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചത്. സമീപകാലത്ത് പോലീസിൽ വിവാദങ്ങൾ ഏറിയപ്പോൾ ബെഹ്റയും വിമർശിക്കപ്പെട്ടിരുന്നു. CPM നേതാക്കളിൽ ചിലരും ലോക്നാഥ് ബെഹ്റയെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇനിയും 3 വർഷത്തിലധികം സർവീസ് കാലാവധിയുണ്ട്. ഇതിനിടെ പുതിയ DGPയെ കുറിച്ചും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലുള്ള 3 ഉദ്യോഗസ്ഥരിൽ ഒരാളാവും DGPയായി കേരളത്തിലേക്ക് എത്തുക എന്നാണ് ലഭ്യമായ സൂചനകൾ. DGP നിയമന കാര്യത്തിൽ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി പാലിച്ചാവും പുതിയ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ തീവ്ര ഗ്രൂപ്പ് ചർച്ചകൾക്ക് വഴിമരുന്നാകുകയാണ്. ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയിൽ A ഗ്രൂപ്പ് കടുത്ത സംശയം പ്രകടിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് ചിലർ നിർബന്ധിക്കുന്നതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്നും A ഗ്രൂപ്പ് നേതാക്കൾ അടക്കം പറയുന്നു. സീറ്റ് ചർച്ച മുറുകുന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരും മുറുകും. അതിൻ്റെ കേന്ദ്ര ബിന്ദുവായിരിക്കും ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്ന് ജനവിധി തേടിയേക്കുമെന്ന് 24 ഇന്റലിജൻസ് ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം മാറുകയും ചെയ്തു. എന്നാൽ A ഗ്രൂപ്പിന് ഈ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിത്തുടങ്ങി. അസാധാരണമായ ആവേശത്തോടെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ A ഗ്രൂപ്പ് നേതാക്കൾ സംശയത്തോടെയാണ് നോക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് അയക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ ആത്മാർത്ഥതയിൽ A ഗ്രൂപ്പ് വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ ഉമ്മൻചാണ്ടിക്ക് മേൽ സമ്മർദ്ദമുണ്ട്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഒട്ടുമിക്ക I ഗ്രൂപ്പ് നേതാക്കളും മുല്ലപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെയാണ് A ഗ്രൂപ്പ് അപകടം മണത്തത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കാമെന്ന് ഉമ്മൻചാണ്ടിക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടിയും വന്നു. ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നതല്ല കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നം. മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ് ഗ്രൂപ്പ് നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കരുതലോടെ നീങ്ങാനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചയിലെ ഗ്രൂപ്പ് യുദ്ധം ഇത്തവണ ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ചായിരിക്കും. TP സെൻകുമാർ പുസ്തകം എഴുതുകയാണ്. വൈകാതെ പുറത്തിറങ്ങുന്ന പുസ്തകത്തിൽ ചാരക്കേസിന്റെ പോലീസ് ഭാഷ്യം പ്രതീക്ഷിക്കാം.
അതല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി കൂടിയാവാം സെൻകുമാർ പുസ്തകം എഴുതി തുടങ്ങിയത്. ഏതായാലും ടി പി സെൻകുമാറും നമ്പി നാരായണനും പത്മ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ വരാനിരിക്കുന്ന പുസ്തകത്തിന്റെ സൂചനകളും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ചാരക്കേസിനെ പറ്റി പുസ്തകങ്ങൾ ഇതാദ്യമല്ല. IB മുൻ ജോയിന്റ് ഡയറക്ടർ MK ധർ എഴുതിയ ഓപ്പൺ സീക്രട്സ് എന്ന പുസ്തകത്തിലെ ഒരധ്യായം തന്നെ ഈ കേസിനെ പറ്റിയാണ്. ദ ഗ്രൗണ്ടഡ് റോക്കറ്റ് എന്നാണ് ഈ അധ്യായത്തിന് നൽകിയ പേര് തന്നെ. എന്നാൽ ഈ ശ്രേണിയിൽ ഇനിയും പുസ്തകങ്ങൾ വരും. മുൻ DGP TP സെൻകുമാർ ഇത്തരമൊരു പുസ്തകരചനയിലാണ്. ചാരക്കേസിനെ പറ്റി അദ്ദേഹത്തിന് അറിയാവുന്നതെല്ലാം പുസ്തകത്തിലുണ്ടാകും. ISRO ചാരക്കേസിൽ പുനരന്വേഷണം വേണമെന്ന നിലപാടുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു TP സെൻകുമാർ. ഒരു ഘട്ടത്തിൽ തുടരന്വേഷണവുമായി സെൻകുമാർ മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കോടതി ഇടപെടൽ ഉണ്ടായത്. സെൻകുമാർ എതിർകക്ഷിയായ നഷ്ടപരിഹാര കേസിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്പി നാരായണനും. ഇതിനിടയിലാണ് ചാരക്കേസ് പരാമർശിക്കുന്ന പുസ്തകം സെൻകുമാർ എഴുതുന്നത്. സെൻകുമാറിന് അറിയാവുന്നതും പുറത്തു വരാത്തതുമായ എന്തെങ്കിലും പുതിയ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നാണ് സെൻകുമാറിന്റെ അടുപ്പക്കാർ പറയുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കും? എന്തായാലും അത് കെ മാണിയുടെ കുടുംബത്തിൽ നിന്നും ഒരാളാവാൻ ഒട്ടും സാധ്യതയില്ല. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയുടെ പേര് സജീവ ചർച്ചയിൽ വന്നെങ്കിലും ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ഇപ്പോൾ കെ മാണി കോട്ടയത്ത് ഒരു വിശ്വസ്തനെ തേടുകയാണ്. നിഷ ജോസ് കെ മാണിയെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ കേരള കോൺഗ്രസ് എം ആലോചിച്ചിരുന്നു. അതിന് കളമൊരുക്കി വരുമ്പോഴാണ് ജോസഫ് ഗ്രൂപ്പ് കടുത്ത വിയോജിപ്പ് അറിയിച്ചത്. ഇതോടെ കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വേണ്ടെന്ന് KM മാണി തീരുമാനിച്ചു. കോട്ടയത്ത് KM മാണി ഇപ്പോൾ വിശ്വസ്തരെ തിരക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കളിൽ ആരെയെങ്കിലും മത്സരിപ്പിക്കണമെന്ന് PJ ജോസഫ് ആഗ്രഹിക്കുന്നുണ്ട്. മോൻസ് ജോസഫിന്റെ പേരും ഇതോടെ മണ്ഡലത്തിൽ സജീവമായി ഉയർന്നു കേട്ടു തുടങ്ങി. എന്നാൽ ചില വിരമിച്ച ന്യായാധിപരെ കേരള കോൺഗ്രസ് സ്വതന്ത്രർ എന്ന നിലയിൽ മത്സരിപ്പിക്കാൻ ആലോചനയും നടക്കുന്നുണ്ട്. ഈ ദിശയിൽ ചില ചർച്ചകൾ നടന്നു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോട്ടയം സീറ്റ് ചോദിക്കണമെന്ന് DCC നേതൃത്വം KPCCയോട് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടു. പകരം ഇടുക്കി വിട്ടു നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. പക്ഷേ ഈ നിർദ്ദേശം KPCC തള്ളി. തന്നെയുമല്ല, കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന് കോൺഗ്രസിനെ അറിയിച്ചിട്ടുമുണ്ട്. കൊച്ചി സിറ്റി പോലീസിൽ കടുത്ത വിഭാഗീയത. IG വിജയ് സാഖറയും കമ്മീഷണർ MB ദിനേശും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഓരോ ദിവസവും കൂടി വരികയാണ്. മുന്നപ്പം കേസ് അന്വേഷണം IG നേരിട്ട് വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കമ്മീഷണറെ ഒഴിവാക്കി IG സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. പ്രശ്നം വഷളായതോടെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ചില ഇളക്കി പ്രതിഷ്ഠകൾ ഉടനുണ്ടാകും.
IG വിജയ് സാക്കറയും കമ്മീഷണർ MP ദിനേശും ഇരു ധ്രുവങ്ങളിലായിട്ട് നാളുകളേറെയായി. ഇവരെ കേന്ദ്രീകരിച്ച് കൊച്ചി സിറ്റി പോലീസിലെ മറ്റുദ്യോഗസ്ഥരും പക്ഷം പിടിച്ചതോടെ കാര്യങ്ങളാകെ കുഴപ്പത്തിലുമായി. ഇതിനിടയിലാണ് രണ്ട് പ്രധാന കേസുകളുടെ അന്വേഷണ ചുമതല കമ്മീഷണർ അറിയാതെ IG മറ്റുദ്യോഗസ്ഥരെ ഏൽപ്പിച്ചത്. മുനമ്പം അനധികൃത കുടിയേറ്റ കേസിൽ കമ്മീഷണർക്ക് ഇടപെടാനേ കഴിഞ്ഞില്ല. വിജയ് സാക്കറയായിരുന്നു അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഒടുവിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം മാധ്യമങ്ങൾക്ക് നൽകിയതും IG തന്നെയായിരുന്നു. കമ്മീഷണർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. വലിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കണമെന്നതാണ് വിജയ് സാക്കറെ സഹപ്രവർത്തകരോട് പറയാറുള്ളതത്രേ. കമ്മീഷണർ MP ദിനേശ് മേൽനോട്ടം വഹിച്ചിരുന്ന ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് IG ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങുകയായിരുന്നു. 2 DYSPമാരെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ കമ്മീഷണർ അറിഞ്ഞത് ഏറെ വൈകി മാത്രം. ഇതോടെയാണ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കൊച്ചി നഗരത്തിലെ ദൈനംദിന പോലീസ് ജോലികളെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് തർക്കം വളർന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ നടപടി പ്രതീക്ഷിക്കാം. കമ്മീഷണറോ IG തെറിക്കുമെന്നാണ് പോലീസിലെ അടക്കം പറച്ചിലുകൾ. *24 ഇന്റലിജൻസ് രഹസ്യങ്ങളുടെ ചുരുൾ നിവർത്തി വീണ്ടും വരും.